ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇനിയിപ്പോൾ ഈ പറയുന്ന സൈനുകളൊന്നും ഇല്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മിസ് ചെയ്യാനുമുള്ള ടിപ്സുകൾ പറയുന്നുണ്ട്, അഫർമേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നമ്മളെവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു രോമാഞ്ചം അനുഭവപ്പെടുക. നമ്മുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയ തണുപ്പ് അല്ലെങ്കിൽ ഒരു കുളിര് ഫീൽ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുകയും അത് വെറുതെ ചുമ്മാ തോന്നുമല്ല. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു തോട്ട് ഉണ്ടാവും, അല്ലേ? ആ തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ സൈനാണ്. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ തന്നെ ജോലി ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലാഷ് തോട്ട് പോലെ അവരുടെ മുഖം വരിക, അല്ലാന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ വരിക. അങ്ങനെ തോട്ടായിട്ടോ ഇമേജായിട്ടോ ഒരു വന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ അവരെക്കുറിച്ച് ചിന്തിക്കണം എന്നൊന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അത് വരുന്നു പോകുന്നു, അല്ലെങ്കിൽ വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ സ്റ്റക്ക് ആവുന്നു, വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും, പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് ഓഫ് ആവുക. മീൻസ് നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് എനർജി മാറിയ പോലെ നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ദുഃഖത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ നമ്മൾ ദുഃഖത്തിലിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ആ എനർജി ഷിഫ്റ്റ് സംഭവിച്ച പോലെ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുക. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഭയങ്കര സൗമ്യമായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒരു പ്രത്യേകിച്ചൊരു റീസണൊന്നും ഇല്ലാതെ നമ്മളെ ചുറ്റുമുള്ള ആളുകളോട് ദേഷ്യപ്പെടുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഇമോഷൻസ് ഇങ്ങനെ നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിൽ മാറി മറിയുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആ വ്യക്തി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് പല പഠനങ്ങളിലും. അപ്പോൾ അത് ആ സമയത്ത് ആ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടി അവർ വരികയാണെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യാം അത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന പോലെ അവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കണം എന്നോ അല്ലെങ്കിൽ അവരെ കാണണം എന്നോ ഒന്നും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത്തരം ഒരു സിറ്റുവേഷനിലാണ് അങ്ങനെ ഓവർ തിങ്കിങ് വരുന്നതെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് ഷുവറാണ്. ഇനി അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ, അതുകൂടി മനസ്സിലാക്കി വെക്കണം. അപ്പം നമ്മൾ അവരെക്കുറിച്ച് പാസ്റ്റിലെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുക അല്ലെങ്കിൽ ആലോചിച്ചിരിക്കുക. അത്തരം സാഹചര്യത്തിലാണ് ഓവർ തിങ്കിങ് വരുന്നതെങ്കിൽ അത് അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന കൊണ്ടല്ല, നമ്മൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള പല കാര്യങ്ങളും നമ്മളായിട്ട് ഓർക്കുന്നത് കൊണ്ട് ആ തോട്ട് പ്രോസസ്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴൊക്കെ അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവർ നമ്മളെ തൊടുന്നതായിട്ട് ഫീൽ ചെയ്യുക. ആരോ ടച്ച് ചെയ്തല്ലോ, തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആളാണെന്ന് നമുക്ക് തോന്നും. ജസ്റ്റ് നമ്മൾ അടുത്തെത്തി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആളായിരിക്കത്തില്ല. അങ്ങനെ ആളാണെന്ന് തോന്നുക, ആൾ ടച്ച് ചെയ്ത പോലെ തോന്നുക, ആ പ്രസൻസ് ഫീൽ ചെയ്യുക. എവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ സ്മെല്ല് നമുക്ക് മൂക്കിൽ അനുഭവപ്പെടുക. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പിന്നെ അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്, നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നുക, എന്ത്, ആ വ്യക്തി എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പിന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ അവരെ കാണാം, അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഡ്രീമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ യാത്ര പോകുന്നതോ
ഫോണിൽ മിണ്ടുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതും പോസിറ്റീവായിട്ടുള്ള സൈനാണ്. പിന്നെ അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ഫോട്ടോസിനൊക്കെ ഒരുപാട് ലൈക്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് പോയി നോക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരാളാണെന്നുണ്ടെങ്കിൽ അതും ആ വ്യക്തി നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്സുകളിലൊക്കെ കയറി നോക്കുമ്പോൾ ചിലപ്പോൾ ലൈക്ക് ചെയ്തതാവാം. അങ്ങനെ അതും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് എടുക്കാം. കാരണം ആ വ്യക്തി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ പ്രൊഫൈലിൽ വന്ന് നോക്കുന്നത്. അതും ഒരു സൈൻ തന്നെയാണ്. അപ്പോൾ ഏകദേശം 8ഓളം സൈൻസ് പറഞ്ഞു. ഈ സൈൻസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, മീൻസ് എല്ലാം കാണണം എന്നില്ല, ഒരു 3-4 സൈൻസൊക്കെ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സൈൻസ് ഒന്നും കാണുന്നില്ല, പക്ഷെ ആ വ്യക്തി എന്നെ കുറിച്ച് ചിന്തിക്കണം, എന്നെ മിസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു 3 അഫർമേഷൻസ് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറയുക. എന്നിട്ട് കിടന്നുറങ്ങുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, മിസ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചിത്ര എന്നുള്ള പേര് പറയുകയാണെങ്കിൽ, ചിത്ര എന്നെ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ അഫർമേഷൻ, ചിത്രയും ഞാനും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ഞാനും ചിത്രയും തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ്, അങ്ങനെ പറയാം. മൂന്നാമതായിട്ട് നിങ്ങൾ പറയേണ്ടത്, ചിത്ര എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിൽ അഫേം ചെയ്യുക. ഈ 3 അഫർമേഷൻസ് ആണ് 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ പറയുക. ഒരു 3 വീക്സ് ഓർ 4 വീക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യും, നിങ്ങളോടൊരു ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ തോന്നും. അപ്പോൾ യൂസ് ചെയ്ത് നോക്കുക. റിസൾട്ടും കാര്യങ്ങളൊക്കെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക്